ഗാസയിലെ വെടിനിർത്തലിൽ ഇന്ത്യയും ഇടപെടുന്നു. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന ആദ്യ ഇന്ത്യ ഗൾഫ് സഹകരണ കൗൺസിൽ മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഗാസയിലെ നിലവിലെ സാഹചര്യത്തിനാണ് തങ്ങളുടെ പ്രഥമ പരിഗണന എന്നും അദ്ദേഹം പറഞ്ഞു. അക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് തത്വാധിഷ്ഠവും സുസ്ഥിരവുമാണ്. ഭീകരപ്രവർത്തനങ്ങളെ ഒരിക്കലും ഇന്ത്യ അനുകൂലിച്ചിട്ടില്ല. ഭീകരപ്രവർത്തനങ്ങളെയും ആളുകളെ ബന്ദികളാക്കുന്നതിനെയും അപലപിക്കുമ്പോൾ തന്നെ ഗാസയിലെ നിരപരാധികളായ മനുഷ്യരുടെ മരണത്തിലും ഞങ്ങൾ അങ്ങേയറ്റം വേദനിക്കുന്നു എന്നായിരുന്നു ജയശങ്കറിന്റെ വാക്കുകൾ. പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിനുള്ള ശാശ്വത പരിഹാരമാണ് ദ്വിരാഷ്ട്ര ഫോർമുല. ദ്വിരാഷ്ട്ര ഫോർമുലയെ പിന്തുണയ്ക്കും എന്ന ഇന്ത്യയുടെ നിലപാട് കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആവർത്തിച്ചു. സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവുമായും ഗൾഫ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇനി നെതന്യാഹുവിന്റെ തീരുമാനമാണ് അറിയേണ്ടത്. നെതന്യാഹു തന്റെ തീരുമാനം മാറ്റുമോ എന്ന്. വെടിനിർത്തൽ നടപടികളിലേക്ക് കടക്കാൻ നെതന്യാഹു ഒരുപാട് തടസ്സങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന തരത്തിൽ പല ആരോപണങ്ങളും രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടായിരുന്നു. ഗാസയിൽ വൈകാതെ വെടിനിർത്തൽ നടപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അമേരിക്കയും. 90% കാര്യങ്ങളിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതായും വിവരങ്ങളുണ്ട്. ഗാസയിൽ എത്രയും വേഗത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഖത്തറും ഈജിപ്തും അമേരിക്കയും. ഓഗസ്റ്റ് 15-ന് ആരംഭിച്ച വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്താതെ നിൽക്കുമ്പോഴും അടുത്തയാഴ്ച പുതിയ ചർച്ചകൾ ആരംഭിക്കും എന്ന് തന്നെയാണ് സൂചന. ഇതിനായി അമേരിക്ക പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ ഏതാനും പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളത് എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കമടക്കം സുപ്രധാനമായ ചില പ്രശ്നങ്ങളാണ് ഇരുവർക്കുമിടയിൽ ശേഷിക്കുന്നത്. ഇതിനൊപ്പം ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനം സംബന്ധിച്ച തർക്കങ്ങളുമുണ്ട്. വരും ദിവസങ്ങളിൽ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് ഇതിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും ആക്രമണം ആരംഭിച്ച് ഇസ്രയേൽ ജെനിനിൽ നിന്നും പിൻവാങ്ങിയതായി പലസ്തീൻ ന്യൂസ് ഏജൻസി 4 ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 10 ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് സൈന്യം പിൻവാങ്ങിയത്. ഇസ്രയേൽ ആക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി റോഡുകളും കെട്ടിടങ്ങളും തകർക്കപ്പെടുകയും ചെയ്തു. 2024 മെയ് 31-ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് സമാധാന കരാർ മുന്നോട്ട് വെച്ചത്. അതിനു പിന്നാലെ കരാറിന് UN-ന്റെ അംഗീകാരവും അമേരിക്ക തേടിയിരുന്നു. ഇസ്രയേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കരാർ സംബന്ധിച്ച തീരുമാനങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണെന്നാണ് വിവരങ്ങൾ. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചു എങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ ഘടകകക്ഷികളും വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം കാലതാമസമില്ലാതെയും നിബന്ധനകളില്ലാതെയും കരാറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പ്രമേയത്തിലെ ആവശ്യം. തിങ്കളാഴ്ച UN കൗൺസിൽ പാസാക്കിയ പ്രമേയത്തിൽ 14 അംഗ രാജ്യങ്ങളാണ് വോട്ട് ചെയ്തത്. റഷ്യ മാത്രമാണ് അമേരിക്ക തയ്യാറാക്കിയ കരാർ അംഗീകരിക്കുന്ന പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത്. ആരും എതിരായി വോട്ട് ചെയ്തിരുന്നില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആദ്യ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേൽ പിടികൂടിയ പലസ്തീനി തടവുകാർക്ക് പകരമായി ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന പ്രായമായവരോ രോഗികളോ സ്ത്രീകളോ ആക്കിയവരെ വിട്ടയക്കാം എന്നാണ് കരാർ. ഒക്ടോബർ 7 മുതൽ ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിൽ കുറഞ്ഞത് 37,124 പേർ കൊല്ലപ്പെട്ടു. 84,712 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിൽ ശാശ്വതമായ ഒരു സമാധാനാന്തരീക്ഷം കൊണ്ടുവരികയാണ് കരാർ ലക്ഷ്യമിടുന്നത്. 2ാം ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുകയും അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നിവരുമായി ഇസ്രയേലും ഹമാസും ചർച്ച നടത്തുകയും ചെയ്യും. 3ാം ഘട്ടമാകുന്നതോടെ ഗാസയിൽ പുനർനിർമ്മാണ ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും കരാറിൽ പറയുന്നുണ്ട്. 2024 മെയ് 31-ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് സമാധാന കരാർ മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെ കരാറിന് UN-ന്റെ അംഗീകാരവും അമേരിക്ക തേടിയിരുന്നു. കരാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഹമാസ് അനുകൂലമായിട്ടായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇതുവരെ ഔപചാരിക പ്രതികരണം നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.